ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 84 സമന്ത പഞ്ചകയാത്ര ശ്ലോകം 5. സപതി ച ഭവതി ക്ഷണോത്സവേന പ്രമുഷിതമാനഹൃതാം നിദംബിനീനാം അതിരസപരിമുക്തകഞ്ജുളീകേ പരിചയഹൃദ്യതരേ കുചേന്യലൈഷീ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സപതി ച ഭവത് ഈക്ഷണോത്സവേന പ്രമുഷിത മാനഹൃതാം നിദംബിനീനാം അതിരസ പരിമുക്ത കഞ്ജുളീകേ പരിചയ ഹൃദ്യതരേ കുജേ ന്യലൈഷീ. അർത്ഥം സപതി വേഗത്തിൽ, ഭവതീക്ഷണോത്സവേന അങ്ങയുടെ ദർശനമാകുന്ന സന്തോഷത്തിൽ, പ്രമുഷിതമാനഹൃതാം കോപം മാറിയ മനസ്സോടുകൂടിയ, നിദംബിനീനാം സുന്ദരിമാരായ ഗോപികമാരുടെ, അതിരസപരിമുക്ത കഞ്ജുളീകേ അത്യധികമായ അനുരാഗത്താൽ അഴിഞ്ഞ ഉടുപ്പോടുകൂടിയവരും, പരിചയഹൃദ്യതരേ പരിചയം കൊണ്ട് കൂടുതൽ ഹൃദ്യവുമായ, കുജേ കുജങ്ങളിൽ, ന്യലൈഷീ അവിടുന്ന് ലയിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സപതി ച ഭവത് ഈക്ഷണ ഉത്സവേന ചേർത്തിട്ട് ഭവതീക്ഷണോത്സവേന. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ക്ഷ എന്നുള്ള അക്ഷരവും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പ്രമുഷിതമാനഹൃതാം നിദംബിനീനാം നീട്ടിയിട്ട് മുർക്കം. അതിരസപരിമുക്ത കഞ്ജുളീകേ. കഞ്ജുളീകേ എഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. പരിചയഹൃദ്യതരേ കുജേ ന്യലൈഷീ നീട്ടിയിട്ട് വിസർഗം. സപതി ച ഭവതീക്ഷണോത്സവേന പ്രമുഷിതമാനഹൃതാം നിദംബിനീനാം അതിരസപരിമുക്ത കഞ്ജുളീകേ പരിചയഹൃദ്യതരേ കുജേ ന്യലൈഷീ. അടുത്തത് 6ാമത്തെ ശ്ലോകം. രിപുജന കലഹൈ പുനഃ പുനർമേ സമുപഗതൈര്യതി വിളംബനാഭൂത് ഇതി കൃതപരിരംഭണേ ത്വയിദ്രാഗതിവിവശാ ഖലു രാധികാ നിലില്യേ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. രിപുജന കലഹൈ പുനഃ പുനർ മേ സമുപഗതൈർ ഇയതി വിളംബനാഭൂത് ഇതി കൃത പരിരംഭണേ ത്വയി ദ്രാഗ് അതിവിവശാ ഖലു രാധികാ നിലില്യേ. അർത്ഥം പുനഃ പുന വീണ്ടും വീണ്ടും, സമുപഗതൈ അവിടെയുണ്ടായ, രിപുജന കലഹൈ ശത്രുക്കളുടെ കലഹത്താൽ, മേ എനിക്ക്, ഇയതി ഇത്രയും, വിളംബന കാലതാമസം, അഭൂത് ഉണ്ടായി, ഇതി ഇപ്രകാരം പറഞ്ഞ്, ത്വയി അവിടുന്ന്, കൃതപരിരംഭണേ ആശ്ലേഷിച്ചപ്പോൾ, രാധിക രാധ, ദ്രാഗ് വേഗം, അതിവിവശ സന്തോഷത്താൽ വളരെ അവശയായി, നിലില്യേ ഖലു അങ്ങയിൽ ലയിച്ചുവല്ലോ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളും അതേപോലെ എങ്ങനെ ചൊല്ലാമെന്നും നോക്കാം. രിപുജന കലഹൈ അവിടെ വിസർഗം, പുനഃ അവിടെയും വിസർഗം. പുനർമേ സമുപഗതൈരിയതി. സമുപഗതൈർ ഇയതി അത് ചേർത്തിട്ടാണ് സമുപഗതൈരിയതി. വിളംബന അഭൂത് ചേർത്തിട്ട് വിളംബനാഭൂത്. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഇതി കൃതപരിരംഭണേ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ത്വയി
ദ്രാക് അതിവിവശ ചേർത്തിട്ട് ദ്രാക് അതിവിവശ ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. രാധിക ധി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നിലില്യേ രിപുജന കലഹൈ പുനഃ പുനർമേ സമുപഗതൈര്യതി വിളംബനാഭൂത് ഇതി കൃതപരിരംഭണേ ത്വയിദ്രാകതിവിവശാ ഖലു രാധികാ നിലില്യേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.